السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله أجمعين أما بعد. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത നേതൃത്വങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, മഹത്തുക്കൾ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനാഘോഷം ആഗോളതലത്തിൽ ആർഭാടത്തോടുകൂടി ആഘോഷിക്കുകയാണ്. അതിനു വേണ്ടി നമ്മുടെ നാട്ടിലും ആവേശം കൊള്ളുകയാണ്. ഹൃദയത്തിൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് പരിശുദ്ധമായ റബീഉ സമാഗതമായാൽ അവരുടെ ഹൃദയത്തിൽ രോമാഞ്ചം തിളക്കുകയാണ്. ഇങ്ങനെ ഇരിക്കെ മറുഭാഗത്തിൽ നിന്ന് ബിദ്അകള്, ഇസ്ലാമിന്റെ ലേബലുകളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ബിദ്അഈ കക്ഷികള് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ അത് അനാചാരമാണെന്നും അനിസ്ലാമികമാണെന്നും പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ട് ഇബ്ലീസിന്റെ ചിന്ത അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അനാചാരമാണോ അനിസ്ലാമികമാണോ എന്നുള്ള ചോദ്യം വരുന്നത്. ഓ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളെ ഖുർആനിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫത്ഹിന്റെ 8ഉം 9ഉം സൂക്തങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅദ്ദിറൂഹു വതുഅഖിറൂഹു ബുക്റതൻ വഅസീല. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന, നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന, നിങ്ങള് മുഅ്മിനാണെന്ന് നാളെ ആഖിറത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രവാചകരെയാണ് ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നിട്ടുള്ളത്. ആ പ്രവാചകരെ നിങ്ങൾ ബഹുമാനിക്കുക. അല്ലാമ ഇസ്മാഇൽ ഹഖിൽ ബറൂസവി അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് അതെങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന്. ഇവിടെ ഒന്നും വിഷയം തീരുന്നില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് മന്നല്ലാഹു വലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ലോകർക്ക് മുഴുവനും റഹ്മത്താണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ വ്യാഖ്യാതാക്കളായ ഇമാം റാസി അടക്കം, ആലൂസി അടക്കം, അവിടെ നിന്ന് ഖുർത്തുബി അടക്കം അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്, ബയ്യനല്ലാഹു തആല അളീമ മില്ലതിഹി അലൈഹിം ബിബിഅസതി മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ലോകത്തിലേക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ. അതെങ്ങനെയാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിനെ സന്തോഷിക്കുക? അവിടെ നിന്ന് അല്ലാമ ശിഹാബുദ്ദീൻ ഇബ്നു ഉജ്ല ജിവാഇറുൽ ആഖിരീൻ ഫീ ദാരിൽ ഖറാർ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, വതബറകു ബിവിലാദതി വഫറഹു ബിമാ വല്ലാ തറാഉ വലാ തവല്ലുൽ ഫറാഉ ഇല്ലാ ബിത്വൽഅതി സഈദ. അവിടെ നിന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടല്ലാതെ ലോകത്ത് ഒരു അനുഗ്രഹവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഖുർആൻ വിളിച്ചു പറയുന്നുണ്ട്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളുവീൻ. അത് ആ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആഘോഷം പ്രകടിപ്പിച്ചു കൊള്ളുവീൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുമ്പോൾ അവിടെ നിന്ന് ബിദ്അകളെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ നിന്ന് ഹബീബായ തങ്ങളോ സ്വഹാബത്തുൽ കിറാമോ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ എങ്കിൽ കേട്ടോ മൗലവി, അവിടെ നിന്ന് ഹബീബായ തങ്ങളും സ്വഹാബത്തും ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിടെ നിന്ന് ഇബ്നു അബ്ബാസ് തങ്ങള് റബീഉൽ അവ്വൽ 12 ദിവസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളെ വിവരിച്ചു കൊടുക്കുന്നു. ഫയസ്തബ്ശിറൂന വയഹ്മദൂനല്ലാഹ
വയസല്ലൂന അലൈഹി സ്വലാത്തു വസ്സലാം. അന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു. ആ റബീഉൽ അവ്വൽ 12 ദിവസം അവിടെ നിന്ന് ആ വലിയ മദ്ഹ് കീർത്തനങ്ങൾ പറഞ്ഞപ്പോൾ ആ പ്രൗഢമായ മജ്ലിസിലേക്ക് ഹബീബായ തങ്ങള് അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് അവിടെ നിന്ന് ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഹല്ലതു ലകും ശഫാഅതി, എനിക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏത് മുസ്ലിമും അവിടെ നിന്ന് സന്തോഷം പ്രകടിപ്പിച്ചാൽ അവനിക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണ്. വിഷയം തീരുന്നില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ റബീഉൽ അവ്വൽ 12 ദിവസം ആമിറുൽ അൻസാരി തങ്ങളുടെ വീട്ടിലേക്ക് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് സുബ്ഹാനല്ലാഹ് ആമിറുൽ അൻസാരി തങ്ങള് അവിടെ നിന്ന് വലിയ മദ്ഹിന്റെ മജ്ലിസ് ഉണ്ടാക്കി തന്റെ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വലിയ ഒരു മജ്ലിസ് നടത്തുമ്പോൾ അവിടെ നിന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖിയാമത്ത് നാളെ വരെയുള്ള മുഅ്മിനീങ്ങളെ സന്തോഷിക്കുന്നത് പോലെ അവിടെ നിന്ന് സന്തോഷിക്കുന്നു. ആ സന്തോഷ പ്രകടനമായി അവിടെ നിന്നൊരു വലിയ പ്രഖ്യാപനവും നടത്തുന്നുണ്ട്. ഓ ആമിരെ, നീ ചെയ്തതുപോലെ ഖിയാമത്ത് നാൾ വരെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അവനിക്ക് നീ എങ്ങനെയാണോ വിജയിച്ചത് അതുപോലെ തന്നെ അവനും വിജയിക്കും. എങ്ങനെയാണ് നീ വിജയിച്ചത്? നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവിടെ നിന്ന് ആ റഹ്മത്തിന്റെ വാതിലുകളെ തുറന്നു തരുകയാണ്. മാത്രമല്ല നിനക്ക് വാനലോകത്തും ഭൂമി ലോകത്തുള്ള എല്ലാ മലക്കുകളും ഇസ്തിഗ്ഫാറിനെ തേടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ആശയം ഈ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തവരാണ് ഖിയാമത്ത് നാൾ വരെയുള്ള സുന്നികള്. ഇതിനെ പുറങ്കാല് കൊണ്ട് തട്ടിയവരാണ് ഇവിടെയുള്ള ബിദഈകളും പുത്തൻവാദികളും. ഇവിടെയുള്ള സർവ്വ ബിദഈകളും ഇതിനെ പുറങ്കാല് കൊണ്ട് തട്ടിയവരാണ്. അതുകൊണ്ട് നൂറുകണക്കിന് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനം ആഘോഷിക്കുവീൻ എന്നുള്ളത് തെളിയിക്കാൻ അഹ്ലുസുന്ന അജയമാണ്. അതല്ലാതെ അനാചാരമാണെന്നും അനിസ്ലാമികമാണെന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റൂല എന്ന് നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഉച്ചേസരം പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.